ഒരു ഷോക്കിംഗ് ട്രൂത്ത് പറയട്ടെ. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആളുകളെ എടുത്താൽ 5-ൽ ഒരാൾക്ക് വീതം പ്രമേഹമുണ്ട്. നമ്മൾ എന്താണ് വിശ്വസിച്ചിരുന്നത്? പ്രമേഹം എന്ന് പറയുന്നത് ഓൾഡ് ഏജിൽ വരുന്നതാണെന്ന്. പക്ഷേ സത്യം എന്താണ്? ഇപ്പോൾ യങ് ആയിട്ടുള്ള ആളുകളെ പോലും, വളരെ ചെറുപ്പത്തിലെ പോലും, ജനിക്കുന്ന കുട്ടികളിൽ പോലും ഇപ്പോൾ പ്രമേഹം കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാല് തീരെ ചെറിയ കുട്ടികളിൽ, അതായത് ബൈ ബർത്തിൽ വരുന്നത് അത് ജനറ്റിക് ആയിരിക്കാം. പക്ഷെ യങ് ആയിട്ടുള്ള ആളുകളിൽ എന്തുകൊണ്ട് ഇത് കാണുന്നു എന്ന് വെച്ചാൽ ഇന്നത്തെ ജീവിത രീതി, അതായത് ലൈഫ് സ്റ്റൈല് അതുകൊണ്ട് തന്നെയാണ്. കാരണം കൂടുതൽ സമയം സിറ്റ് ചെയ്തുകൊണ്ടുള്ള, ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യുന്നവർ, അവർക്ക് എക്സസൈസ് കുറവാണ്, മറ്റ് മൂവ്മെന്റ്സ് കുറവാണ്, അതുപോലെ തന്നെ സ്ട്രെസ് കൂടുതലാണ്. ഇന്ന് ജോലികളിലെല്ലാം കൂടുതലും സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറിയിരിക്കുന്നു. ഉറങ്ങുന്ന സമയം വളരെ കൃത്യമായിട്ട് നേരത്തെ, പണ്ട് കാലങ്ങളിൽ നേരത്തെ കിടന്നുറങ്ങി രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു രീതിക്ക് പകരം ഇന്ന് പലരും രാത്രി പുലരുവോളം ജോലിയും മൊബൈലും മറ്റു കാര്യങ്ങളുമായിട്ട് ഇരുന്നിട്ട് ഉറക്കം തന്നെ വളരെ കുറഞ്ഞിരിക്കുന്നു, സമയം വളരെ കുറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭക്ഷണം. പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കിയിരുന്ന ഫുഡുകളാണ്, നല്ല ഫുഡുകളാണ് കഴിച്ചിരുന്നതെങ്കിൽ ഇന്ന് കൂടുതലും ജങ്ക് ഫുഡുകളിലേക്ക് മാറിയിരിക്കുന്നു. കാരണം സൗകര്യവും സമയവും ഒക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും നമ്മളുടെ ബോഡിയെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് വളരെ ചെറുപ്പത്തിലെ തന്നെ പ്രമേഹത്തിന് പിടിപെടാനായിട്ട് കാരണമായി വരുന്നത്. ഇത്തരം ലൈഫ് സ്റ്റൈലിലേക്ക് മാറുമ്പോൾ ബോഡി ഇൻസുലിൻ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിയാതെ അത് പിന്നീട് ഷുഗറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ ബോഡിയെ മാത്രമല്ല, ഷുഗർ എന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് അതൊരു ഹാർട്ട് ഡിസീസിലേക്കും അതുപോലെ കിഡ്നി ഡിസീസിലേക്കും ഇതെല്ലാം മാറാനായിട്ട് സാധ്യത കൂടുതലാണ്. പലർക്കും ഇതിന്റെയൊക്കെ മുന്നോടി എന്ന രീതിയിൽ ഐ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. കണ്ണുകളിൽ ഒരു റെഡ്നെസ് വരിക, അല്ലെങ്കിൽ വളരെ സ്ട്രെയിൻ ആയിട്ട് തോന്നുക, കാഴ്ചകൾക്ക് മങ്ങലുണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലരും സക്സസിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബോഡിയെ അല്ലെങ്കിൽ ഹെൽത്തിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഡിസീസ് എല്ലാം വളരെ പതുക്കെ പതുക്കെയാണ് ഈ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പതുക്കെ പതുക്കെയാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെ വരുന്നതിന്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഡാമേജ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിരിക്കും. അത് പിന്നെ ഒരിക്കലും ചിലപ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടാകും. ഇനി ഒരു സത്യം കൂടി പറയാം. ആളുകൾ അതിന്റെ ഒരു ഹെൽത്തിന്റെ ഇമ്പാക്റ്റ് മാത്രം കാണും. പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ആരും ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർ അതിന്റെ പുറമെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലേക്ക് ഇത് കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുന്നത് പോലുമില്ല. മന്ത്ലി എക്സ്പെൻസ്, ലൈഫ് ടൈം മെഡിസിൻസ്, എമർജൻസി ഫണ്ട്, ഇങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇത് പതുക്കെ പതുക്കെ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഫിനാൻഷ്യൽ ഫണ്ടിനെ നമ്മൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പലരും ആലോചിക്കാറില്ല അല്ലെങ്കിൽ ഓർക്കാറില്ല. ഇതിന്റെയൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്നുള്ളതാണ്. കൃത്യമായ ഉറക്കം, കൃത്യമായ ഫുഡ്, കൃത്യമായ എക്സസൈസ്, ഇതെല്ലാം നമ്മൾ ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് ഒരു 90% മോചനം കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളത്. ഞാനിവിടെ ഒരു സ്കീമിനെ കുറിച്ചും ഒന്നും പറയാനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു റിസ്കിനെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. നിങ്ങൾ സേഫ് ആണോ അതോ റിസ്കിലാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ക്ലാരിറ്റി സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് താഴെ ക്ലാരിറ്റി എന്ന് കമന്റ് ചെയ്യാം. അങ്ങനെ കമന്റ് ചെയ്യുന്നവർക്ക് ഫർദർ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും.